ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നലെ എനിക്ക് ചെറിയൊരു കഫത്തിൻ്റെ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ ഈ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമായിരുന്നു കുടിച്ചത്. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടി, സൗണ്ടെല്ലാം ക്ലിയറായി. അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ. ഇത് വളരെ മുമ്പ് തന്നെ എൻ്റെ ചെറുതിലെല്ലാം എൻ്റെ ഉമ്മ ഇവിടെ നമുക്ക് പനിയും കഫക്കെട്ടും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്കി തരുന്നതാണ്. അപ്പോൾ പിന്നെ അന്നേരം ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതിയിൽ ആ കഫക്കെട്ടങ്ങ് മാറിക്കിട്ടലുണ്ടായിരുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മളിലേക്ക് പകർന്നു കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഈ തുളസിയൊക്കെ കൂർക്കയിലയും തുളസിയൊക്കെ പറിച്ചിട്ട് ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ കൂർക്കൽ തന്നെ ഇങ്ങനെ മഴക്കാലത്ത് കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് ഇതൊക്കെ ഇത്രപാട് ഇല വണ്ണം വെച്ചിട്ടൊന്നും ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ചെറിയ ഇലയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മഴയായതുകൊണ്ടായിരിക്കും, കൂടുതൽ വെള്ളം കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ തുളസി പറിക്കുന്നുണ്ട് ഞാൻ. തുളസീൻ്റെ അടുത്ത് മൊത്തം കാടാട്ടോ. മുറ്റത്തുള്ള തുളസി ഇങ്ങനെ പറിക്കാണ്ട് ശരിക്കും കിട്ടുള്ളൂ. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കാടാണ്. പിന്നെ ഇവിടെ തന്നെ ഫുള്ള് കാടെന്ന് തോന്നിക്കും. പക്ഷെ അതിന് നടുക്കൽ ഇതുപോലെ ചെറിയ ചെറിയ തുളസീൻ്റെ ചെടിയാട്ടോ ഉള്ളത്, കണ്ടോ? അപ്പോൾ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് ആക്കി നോക്കാം. ഇപ്പോൾ കൊറോണയുടെ സമയമായിരുന്നു. എല്ലാവർക്കും പനിയും തണുപ്പും കഫക്കെട്ടൊക്കെ വരുമ്പോൾ തന്നെ പേടിയായിരിക്കും. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കൊറോണ ടെസ്റ്റ് ചെയ്യുമോ, കൊറോണ ആയിരിക്കും പേടി. പിന്നെ ചിലർക്ക് ചെറുതായി എന്തെങ്കിലും വരുമ്പോഴേക്കും അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകും. കാരണം അവർ വിചാരിക്കും അത് കൊറോണ ആവുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. അങ്ങനത്തെവരും ഉണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുകയാണെന്ന് വെച്ചാൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ തണുപ്പും കഫക്കെട്ട് അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. നന്നായിട്ട് കഫൊക്കെ പോകും കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ ഇലകളൊക്കെ പറിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് ആക്കി നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഇതാണത്. പിന്നെ ഇത് ഞാനൊരു കൽക്കണ്ടി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള. പിന്നെ ചെറിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇലയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ ഇലകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഈ കൽക്കണ്ടിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാനിതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പം നന്നായി അരിയൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ട് ഇതിൻ്റെ നീരിളകാൻ പാകത്തിനൊന്ന് ചതച്ച് കൊടുക്കേ വേണ്ടു. ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം നല്ലോണം തിളക്കുമ്പോൾ നമ്മൾ ഈ ഇലകളും ചതച്ച ഐറ്റംസൊക്കെ ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് അങ്ങ് കിട്ടും.
നല്ലോണം തിളച്ചതിന് ശേഷം ഇത് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയല്ല കഴിക്കേണ്ടത്. ഇത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കഴിക്കേണ്ട രീതിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിൽ ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീരെടുത്ത്, പിന്നെ വേണ്ടത് നമുക്ക് തേനാണ്. ഇത് ചെറുതേന കേട്ടോ. ഇത് ഇവിടുന്ന് വീട്ടിൻ്റെ മേലെ നിന്ന് തന്നെ കിട്ടിയത് നമുക്ക്. പിന്നെ ചെറുതേന ഒഴിച്ചു കൊടുത്ത് ഇതിൽ ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നല്ല ടേസ്റ്റാണ്, പിന്നെ ഹെൽത്തിയാണ്. പിന്നെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടിപ്പുറമുള്ള ബെൽ ബട്ടൺ അടിച്ചാൽ നമ്മളെ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.